ഇന്ന് സാരി റോളിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. സാരി റോൾ ചെയ്യുന്നതിന്റെ യൂസ് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് സാരി പ്രൊട്ടക്ഷൻ, മറ്റൊന്ന് പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഡ്രെയിൻ. സാരി പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് സാരിയിൽ വരുന്ന ഡാമേജസ് എന്ന് ഫസ്റ്റ് നോക്കാം. മെയിൻലി രണ്ട് ടൈപ്പ് ഡാമേജസ് ആണ് സാരിയിൽ ഉണ്ടാകുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മാത്രം യൂസ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള സിൽക്ക് സാരീസ് അല്ലെങ്കിൽ വെഡിങ് സാരീസ് ഒക്കെ ഫോൾഡ് ചെയ്ത് ഷെൽഫിലാണ് കോമൺലി എല്ലാവരും സൂക്ഷിക്കുന്നത്. ഷാർപ്പായിട്ടുള്ള ഫോൾഡ്സ് മെറ്റാലിക് സെറിയിൽ ഡാമേജസ് ഉണ്ടാകും, അതായത് ക്രാക്സ് ഉണ്ടാകും. ഈ ക്രാക്സ് ഓവർ ടൈം എക്സ്പാൻഡ് ചെയ്യുകയും സെറി വീക്ക് ആവുകയും അവിടെ കീറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സെക്കൻഡ് ഡാമേജ് എന്താണെന്ന് നോക്കി, പെർമനന്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്ന പോർഷൻ സിൽക്ക് ഫാബ്രിക്കിലെ ഫോൾഡ് വന്ന പോർഷനിൽ മാത്രം കൂടുതലായി പ്രഷർ ഉണ്ടാവുകയും ആ പോർഷൻ ഓവർ ടൈം കീറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള രണ്ട് കേസിലും എങ്ങനെയാണ് സാരി റോളിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രഷർ ഈവൻ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള ഡാമേജസ് ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറി സാരി റോളിംഗ് ഫോർ പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ഡ്രെയിൻ. സാരി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലൈക് വെഡിങ് സാരിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ട്രയൽസ് നോക്കിയതിന് ശേഷമാണ് സാരി പർച്ചേസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസിൽ ഒന്നിലധികം വട്ടം ഒരു സാരി ട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്രീസസ് ഉണ്ടാകുന്നത് വളരെ നോർമലാണ്. ഈ ക്രീസസ് അതുപോലെ പുതിയ സാരീസിലുള്ള ഫോൾഡ് മാർക്സ്, ഇതുപോലുള്ള ക്രീസസ് ആൻഡ് ഫോൾഡ് മാർക്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് സാരി റോളിംഗ് പുതിയ സാരിയിൽ ചെയ്യുന്നത്. സോ ഇത് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാരി പെർഫെക്റ്റ് ആയി അയൺ ചെയ്ത് ഒരു റോഡിൽ റോൾ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതും 2 to 3 വീക്സ് എങ്കിലും നമ്മൾ വെച്ചിരുന്നാൽ മാത്രമാണ് ഈ സാരിയിലെ ക്രീസസും ഫോൾഡ് മാർക്സും എല്ലാം മാറി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. താങ്ക്